സോ ദിസ് ഇസ് ഡേ 2 അറ്റ് പോണ്ടിച്ചേരി. സോ ഇവിടെ നമുക്ക് പോണ്ടിച്ചേരി കാണാനായിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് സ്കൂട്ടി റെൻറ്റിനെടുക്കാം, അല്ലെങ്കിൽ കാർ റെൻറ്റിനെടുക്കാം, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ കാറും ഡ്രൈവറിനെയും റെൻറ്റിനെടുക്കാം. ദിസ് ഗൈ ഈസ് എ ഡ്രൈവർ പ്ലസ് എ ടൂർ ഗൈഡ്. സോ നമ്മൾ ഫസ്റ്റ് പോയത് മാട്രിമന്ദിർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ബാക്കിയുള്ളവർക്കൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാനും അത് കാണണമെന്ന് ഭയങ്കര ആശിച്ചൊരു സംഭവമായ മാട്രിമന്ദിർ ആക്ച്വലി പോണ്ടിച്ചേരിയുടെ പാട്ടല്ല, ഇത് ആക്ച്വലി തമിഴ്നാടിൻ്റെ പാട്ടാണ്. കാരണം പോണ്ടിച്ചേരി ഞങ്ങൾ നിൽക്കുന്ന സ്റ്റേയുടെ അവിടെ നിന്ന് ഒരു 13 കിലോമീറ്റർ ഓൾമോസ്റ്റ് ഉണ്ട് ഇവിടെ എത്താനായിട്ട്. ബട്ട് സ്റ്റിൽ ഈ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ അവരിവിടേക്കൊക്കെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. സോ നമ്മളിവിടെ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് ഒന്നും എടുത്ത് പൈസകളൊന്നും കളയണ്ട, ബട്ട് നടന്ന് വേണം ഫുള്ള് അവിടേക്ക് എത്താനായിട്ട്. അതൊരു 1.5 കിലോമീറ്റർ നടക്കണം. സോ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ആ വലിയൊരു മെറ്റീരിയലിൻ്റെ മേൾഭാഗമൊക്കെ ഉണ്ടാക്കിയിരിക്കണമെന്നാണെന്നാണ് പറയപ്പെടുന്നത്. ആദ്യം ഞങ്ങൾക്കൊരു വീഡിയോ ഒക്കെ കാണിച്ചു തന്നു, അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ മനസ്സിലാവാനായിട്ട്. കുറച്ചൊക്കെ മനസ്സിലായി, കുറേ ഒന്നും മനസ്സിലായില്ല. ഒരു കാര്യം മനസ്സിലായത്, ഇവിടേക്ക് ബുക്ക് ചെയ്ത് വന്നാലാണ് ഇതിൻ്റെ ആ ഒരു മാട്രിമന്ദിറിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റുള്ളൂ. പിന്നെ രാവിലെ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. ഈ പോണ്ടിച്ചേരിയുടെ ഏറ്റവും ഗുഡായിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്കിന് ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളും പിന്നെ വാഷ്റൂമും ഉണ്ട്. പിന്നെ ഇത് ഒരു കാക്ക വെള്ളം കുടിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പണ്ടത്തെ പോലെയല്ല, കാക്കയും ഒത്തിരി മാറിയിട്ടുണ്ട്. പണ്ട് കുടത്തേക്ക് കല്ലൊക്കെ ഇട്ട കാക്കയൊക്കെ മാറി. പിന്നെ ഈ കാക്ക കൊള്ളാത്ത വെയിൽ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനത്തെ കുറേ സോവിങ് ഷോപ്സ് അവിടെ ഒത്തിരി ഉണ്ടായിരുന്നു. ബിക്കോസ് കൂടുതൽ ഇവിടെ വരുന്നത് നോർത്ത് ഇന്ത്യൻസ് അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ, ലൈക്ക് വിദേശികളൊക്കെ ആയിരുന്നു. ഇത് മാർബിളിലും മറ്റ് കല്ലുകളിലൊക്കെ കൊത്തിയെടുത്ത എന്തൊക്കെയോ കുറേ ആനയുടെ ഉള്ളിൽ ആനയൊക്കെയാണ്. പിന്നെ ചൂടിൻ്റെ ആധിക്യം കൊണ്ട് എൻ്റെ മുകളിലത്തെ ഷർട്ടൊക്കെ കയ്യിലായി. പിന്നെ ഇങ്ങനെ നടക്കാം. അവരുടെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കുറേ കുഞ്ഞു എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വഴി ഫുള്ള് നടത്തുന്നത്. ആ കണ്ട ബനിയൻ ട്രീക്ക് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ സാധനമാണ് നമ്മൾ കാണാൻ വന്നത്. പിന്നെ സ്റ്റിൽ ഇവിടെ എന്തൊക്കെയോ വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് ഇപ്പോഴും എന്തൊക്കെയോ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. പിന്നെ ഇത് ഉണ്ടാക്കിയ ചിലവ് കാണുമ്പോഴാണ് ഇതെന്തോ വലിയ സംഭവമാണെന്ന് നമുക്ക് മനസ്സിലാവുക. പോകാൻ മാത്രമേ നടക്കണ്ടോ, തിരിച്ചു വരാൻ അവരുടെ ഒരു ഓറഞ്ച് ബസ് ഉണ്ട്. ഇതിനും പൈസയൊന്നുമില്ല. ഇവിടെ വരുന്നതും കാണുന്നതും ടോട്ടലി ഫ്രീ ആണ്. പിന്നെ തിരിച്ചു പോകുന്ന വഴി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഷോപ്പ് ഞങ്ങളുടെ ടൂർ ഗൈഡ് ഇങ്ങനെ പരിചയപ്പെടുത്തി. ഇവിടെ ഇങ്ങനെ അവർ തന്നെ ഉണ്ടാക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ഞങ്ങളും 1-2 സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയി. പോണ്ടിച്ചേരിയിൽ നിന്ന് കൊണ്ടുവന്നാന്ന് പറയാമല്ലോ. ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.